ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. മുള്ളങ്കി സാമ്പാർ, ഉള്ളി സാമ്പാർ, അതുപോലെ തന്നെ സാമ്പാർ പൊടിയില്ലാത്ത സാമ്പാർ, അങ്ങനെ കുറേയധികം സാമ്പാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാമ്പാറിന് ആവശ്യമുള്ള പരിപ്പ് വെള്ളമൊഴിച്ചൊരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തതിന് ശേഷം വേകാൻ പാകത്തിന് വെള്ളമൊഴിച്ച് വെച്ചതാണിത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ സ്റ്റവിൽ വെച്ച് ഒരു 3-4 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ഇനി സാമ്പാറിന് ആവശ്യമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. ആ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 4-5 വെണ്ടക്ക നീളത്തിൽ മുറിച്ചത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു ചെറിയ സവാള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. സവാളക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം. കറിക്ക് വറുത്തരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1 കപ്പ് തേങ്ങാപ്പീര, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. കായം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കഷ്ണം കായമാണ്. അത് ഞാൻ പെരുങ്കായമാണ് എടുത്തിരിക്കുന്നത്. ഇത് കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഉപയോഗിച്ചാൽ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി. കറിക്ക് ആവശ്യമായ വാളംപുളിയാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കൈകൊണ്ട് നന്നായിട്ട് നിരടി പിഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് സ്റ്റവ് ഓൺ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് മുരിങ്ങാക്കോലും ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്താൽ മതി. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറൊന്ന് മൂടി വെച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിന് മൂടി വേണ്ട, വേറൊരു സാധാരണ ചെറിയ മൂടി വെച്ചിട്ട് മൂടിയാൽ മതി. അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മുരിങ്ങാക്കോലും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം കൈ എടുക്കാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങാപ്പീരൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പെരുങ്കായം ഇട്ട് കൊടുക്കാം. കട്ടക്കായമായതുകൊണ്ട് ഫ്രൈ ആയിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്ന ഭാഗം ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഓർത്ത് ചെയ്യണം. അതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഉണക്കമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്താൽ മതി. പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്താൽ മതി. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വേവിക്കാൻ വെച്ച മുരിങ്ങാക്കോലും ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ട് വഴറ്റണം. വെണ്ടയ്ക്ക ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
വെണ്ടക്കയും സവാളയും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയും തക്കാളിയും നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും പാൻ ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി പാൻ തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ നേരത്തെ വറുത്ത് വെച്ചതാണിത്. നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ സാമ്പാർ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നല്ല പാകത്തിന് കുറുകിയൊക്കെ വരും. ഇപ്പോൾ സാമ്പാർ നല്ല തിക്കാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. സ്റ്റവ് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5-6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. സാമ്പാറിൻ്റെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സാമ്പാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിലെല്ലാം ചേർത്ത് കൊടുക്കണം. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് 2 നുള്ള് ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കണം. ഉലുവ അധികമൊന്നും ചേർക്കരുത്, 2 നുള്ള് ചേർത്താൽ മതി. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറിവേപ്പിലയും മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് വറുത്ത് കഴിഞ്ഞ് നമുക്ക് സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡിയായി കഴിഞ്ഞ് ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല കൊതിയൂർന്ന മണമൊക്കെ വരുന്നുണ്ട്, തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ. സാമ്പാർ നമുക്ക് ചൂടോടുകൂടെ ചോറ്, ഇഡ്ഡലി, ദോശ ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്